മൂന്നാറിനേക്കാൾ വലിയ കയ്യേറ്റമാണ് പരുന്തുംപാറയിൽ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് SIT ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. പരുന്തുംപാറയിലെ വിഷയം മാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ളതാണ് ആദ്യമായി ലഭ്യമായിട്ടുള്ള അറിവ്. SITയുടെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിലും റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ലഭ്യമായിട്ടില്ല. പക്ഷെ പരുന്തുംപാറയിലെ കയ്യേറ്റത്തെ സംബന്ധിച്ച് വാർത്ത കണ്ട സാഹചര്യത്തിൽ തന്നെ ഇടുക്കിയുടെ ജില്ലാ കളക്ടറോട് അന്വേഷിച്ച് 3 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കാലപരിധി വെച്ച് തിങ്കളാഴ്ച റവന്യൂ വകുപ്പ് മന്ത്രിയുടെ മുമ്പാകെ ആ റിപ്പോർട്ട് വരും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. റിപ്പോർട്ട് വളരെ കൃത്യമായി പരിശോധിക്കും. ഒരാളെയും സംരക്ഷിക്കാൻ കൂട്ടുനിൽക്കില്ല. ഏതെങ്കിലും കയ്യേറ്റമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരുണ്ടെങ്കിലും മുഖം നോക്കാത്ത നടപടിയായിരിക്കും എടുക്കുക. ഉദ്യോഗസ്ഥന്മാർ അക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നും വാർത്തകളിൽ കാണാൻ കഴിഞ്ഞു. അവരോടും യാതൊരു സന്ധിയുമില്ലാത്ത നടപടിയായിരിക്കും ഈ കാര്യത്തിൽ എടുക്കുക. ഇടുക്കിയിൽ ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങളെ സംബന്ധിച്ച വാർത്തകൾ വരുന്ന സാഹചര്യത്തിൽ ഒരു പ്രത്യേക ടീമിനെ തന്നെ റവന്യൂ വകുപ്പ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഇടുക്കി ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിയമിക്കണം എന്ന കാര്യം കൂടി ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ട് വന്നാൽ അതിനെ തുടർന്ന് ഏറ്റവും ആദ്യത്തെ ദിവസം തന്നെ നടപടി സ്വീകരിക്കും. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കൃത്യമായ നടപടി എടുക്കുമെന്നുള്ളതാണ് റവന്യൂ മന്ത്രി പറയുന്നത്.